ഇന്നലെ കൊച്ചിയിൽ നിന്ന് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു വന്നത്. കലൂർ സ്റ്റേഡിയത്തിലെ ഒരു റെസ്റ്റോറന്റിലുണ്ടായ അപകടം. 1.5 മാസത്തിനിടെ 2 അപകടങ്ങളാണ് കലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് നടന്നത്. ഇവിടെ ഗുരുതരമായ സുരക്ഷാ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തൽ. സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയർ സേഫ്റ്റി ഉപകരണങ്ങളുടെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായി. കാലാവധി കഴിഞ്ഞിട്ടും ഫയർ സിലിണ്ടറുകൾ മാറ്റി സ്ഥാപിച്ചില്ലെന്ന പരാതി ശക്തമാണ്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനവും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇത് സ്റ്റേഡിയത്തിൽ അഗ്നിസുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന സിലിണ്ടറുകളാണ്. ഇവയെല്ലാം കാലാവധി കഴിഞ്ഞതുമാണ്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം കട്ട് ചെയ്തിട്ടുമുണ്ട്. ഫയർ സേഫ്റ്റി ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ബോക്സുകളെല്ലാം കാലിയാണ്. ചുരുക്കത്തിൽ പേരിനു മാത്രമാണ് കലൂർ സ്റ്റേഡിയത്തിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ. 2022 മുതൽ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് പൊതുപ്രവർത്തകൻ പോളി വടക്കൻ വ്യക്തമാക്കുന്നത്. നാളെ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ റെക്ടിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്റെ പുറകിൽ തന്നെ കാണാം സിലിണ്ടർ. ഇതെല്ലാം എക്സ്പയറി കഴിഞ്ഞാണ്. ഇവിടെ ഡ്യൂട്ടിയിൽ ഇവിടെ സ്റ്റേഡിയത്തിന് ചാർജുള്ള അനിൽ വർഗീസ് എന്നൊരു എഞ്ചിനീയറെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തി. അപ്പൊ എന്നോട് പറഞ്ഞതെല്ലാം AMC ചെയ്താണെന്ന്. ഉടനെ തന്നെ അവരെ വിളിച്ചു വരുകയും അവർ വന്നവണ പറഞ്ഞ് സാറ് AMC ഒന്നും തന്നെ ചെയ്തിട്ടില്ല, കാരണം പൈസ അടയ്ക്കാത്ത കാരണം കൊണ്ട് ഒന്നും AMC ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കടകളെല്ലാം പലതും തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. പകുതി കടകൾ അടച്ചിട്ടിരിക്കുന്നത്. കളി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഞാൻ എല്ലാ കടകളിലും പോയി ചായ കുടിച്ചു, അവിടെ നിന്നെല്ലാം ബില്ല് വാങ്ങിച്ചു. കാരണം ഒരു പരാതി അയക്കുമ്പോൾ തെളിവ് വേണം, അതിനുവേണ്ടി മാത്രമായിട്ട്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ മിക്കതും പ്രവർത്തിക്കുന്നത് അനധികൃതമായാണെന്ന പരാതിയുമുണ്ട്. നിരവധി ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്ന ഇടമായിട്ട് കൂടി ഇതിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നിബന്ധനകൾ പാലിക്കാറില്ല. റെസ്റ്റോറന്റുകൾ പലതും അവരുടെ സൌകര്യമനുസരിച്ച് തൂണുകളും ഭിത്തികളും മുറിച്ചുമാറ്റുകയും കാൽനടയ്ക്കായുള്ള ഇടങ്ങളിൽ കഫറ്റേരിയകൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടായ ഐഡലി കഫേ പ്രവർത്തിക്കുന്നതും അനധികൃതമായാണെന്ന പരാതി ശക്തമാണ്. ലൈസൻസ് ഇല്ലാതെയാണ് കഫേയുടെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്. അത് മറയ്ക്കാൻ തൊട്ടടുത്തായി സ്റ്റേഡിയത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു ബിൽഡിംഗിലും ഐഡലി കഫേ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ റോഡിനെ സ്വന്തം പാർക്കിംഗ് ഏരിയയാക്കി റെസ്റ്റോറന്റുകാർ മാറ്റിയെന്ന പരാതിയുമുണ്ട്. ഇവിടെ കടകൾ എടുത്തിരിക്കുന്ന പലരും അവരുടെ മുൻഭാഗം കൊട്ടിയടക്കുകയും ഒരാൾക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കടകളുടെ മുൻവശത്ത് കൂടിയാണ് ഈ പവർ കേബിൾ പോകുന്നത്, എർത്തിങ് പോകുന്നത്. ഒരു കാരണവശാൽ അവിടെ ഒരാൾ നിൽക്കുകയോ ഇരിക്കാനോ പാടില്ലാത്ത സാഹചര്യത്തിലാണ് ഇതെല്ലാം തന്നെ മൂടിക്കഴിഞ്ഞു, എല്ലാം മൂടപ്പെട്ട് കഴിഞ്ഞു. ഏത് സമയത്തും ആ രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച ആൾക്കാർ മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. സ്റ്റേഡിയത്തിൽ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്നും വിമർശനമുണ്ട്. സ്റ്റേഡിയത്തിൽ ഒരു തീപിടുത്തമുണ്ടായാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ വലിയ ദുരന്തമായി മാറിയേക്കാമെന്ന ആശങ്കയുമുണ്ട്. ഒരൊറ്റ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിലും ബോക്സിലും നോസിലും അതേപോലെ തന്നെ റോളും പലതിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി താഴെ 1-2 ബോക്സിൽ വെച്ചാൽ വേറെ ഒന്നിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ, അതുപോലെ തന്നെ സ്മോക്ക് ഡിറ്റക്റ്റീവ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എല്ലാ ഷോപ്പുകാരും അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം സ്മോക്ക് വന്നാൽ ഷോപ്പുകളെല്ലാം തന്നെ സിലിണ്ടറും ഇതെല്ലാം ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം സ്റ്റേഡിയത്തിൽ റെസ്റ്റോറന്റുകൾ അനുവദനീയമല്ലെന്ന നിയമം നിലനിൽക്കെ നിരവധി കടകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് 1 മാസം മുൻപ് GCDA എല്ലാ കടകൾക്കും നോട്ടീസ് നൽകിയിരുന്നതുമാണ്. ന്യൂസ് 18 കൊച്ചി. ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ച ബംഗാൾ സ്വദേശി സുമിത്തിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ നടന്നേക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, കൊച്ചിയിലെ ഏറ്റവും ഒരു ഹാപ്പനിങ് പ്ലേസ് ആയിരുന്നു ഈ കലൂർ സ്റ്റേഡിയത്തിലെ ഈ റെസ്റ്റോറന്റ്. അവിടെയുള്ള തിരക്ക്, അവിടെയൊക്കെ അത്രയും നേരം കാത്തു നിന്നാലേ ഒരാൾക്ക് അവിടെ സീറ്റ് പോലും കിട്ടുള്ളൂ. അത്ര തിരക്കുള്ളൊരു സ്ഥലം. അവിടെയാണ് ഇന്നലെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ ഈ റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം, അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ മതിയായ രീതിയിൽ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന്റെ പരിശോധനയിലൊക്കെ വ്യക്തമാവുന്നത്? ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കഫറ്റേരിയ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഫുട്പാത്താണ്. അത് ഫുട്പാത്തിലേക്കുള്ള വഴി ക്ലോസ് ചെയ്ത്, ഫുട്പാത്തിലേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്ത ശേഷമാണ് ആ ഭാഗത്താണ് ഈ കഫറ്റേരിയ ഒക്കെ
അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് അവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, അവിടെ നൽകിയിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളെല്ലാം പ്രവർത്തിക്കുന്നത് അവരുടെ അതായത് അവരുടെ കടയുടെ മുൻവശ സ്ഥലം അവർക്ക് അക്വയർ ചെയ്യാം എന്നുള്ള തരത്തിലേക്കാണ് അതെല്ലാം ഉപയോഗിച്ചു വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ മുൻവശത്തുള്ള റോഡ് സ്റ്റേഡിയത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരും. കാരണം ഇത് എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. പക്ഷെ ഒരു വശത്തേക്ക് ഇവരുടെ മാത്രം പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റുകയും മറ്റു വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ അവരുടെ സെക്യൂരിറ്റി തടയുകയും ബഹളങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് നിരവധി ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്നലെ അവിടെ കൂടിയവർ തന്നെയാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ഥിരമായി ശ്രീജ പറഞ്ഞതുപോലെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സ്പേസാണ്. സ്ഥിരമായി എല്ലാ സമയത്തും ഉണ്ടാകുന്ന സ്പേസാണ്. ആളുകൾ അല്ലാതെ തന്നെ ഗ്യാതറിങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ആൾക്കൂട്ടം എപ്പോഴും സ്റ്റേഡിയത്തിൽ ഐഡൽ കഫേയുടെ ഭാഗത്തായിട്ടാണ് ഒരു ആൾക്കൂട്ടം ഉണ്ടാവുക. എപ്പോഴും അവിടെ വലിയ തിരക്കാണ്. പക്ഷേ ഭാഗ്യവശാൽ ഇന്നലെ കസ്റ്റമേഴ്സ് കുറവായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ. അത് മാത്രമല്ല അവരുടെ അടുക്കളയിൽ ഉണ്ടായ ബ്ലാസ്റ്റ് പുറത്തേക്ക് അങ്ങനെ തീ പടരുകയോ ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ വലിയ അപകടമാണ് ഒഴിവായി കിട്ടിയത് എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മൾ പ്രധാനമായും ഇന്നലെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടുത്തെ ഫയർ സേഫ്റ്റി സിലിണ്ടേഴ്സ് എല്ലാം എക്സ്പയർ ആയതാണ് എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്പയർ ആയിട്ട് ഇപ്പോൾ തന്നെ 3-4 മാസമായി ഇതുവരെ അത് മാറ്റി സ്ഥാപിച്ചിട്ടില്ല. സ്റ്റേഡിയം പോലെ ഒരു സ്ഥലത്ത്, അതായത് കണക്കുകൾ അനുസരിച്ച് 180 സെക്കൻഡിനുള്ളിൽ മുഴുവൻ ആൾക്കാരെ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് എല്ലാ സ്റ്റേഡിയത്തിനും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഇത്തരമൊരു തീപിടുത്തമോ അല്ലെങ്കിൽ അപകടമോ ഉണ്ടായാൽ അതിലൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക്, അതായത് ഈ വെച്ചിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ പേരിന് മാത്രം വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ബോക്സുകളൊക്കെ കാലിയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഈ റെസ്റ്റോറൻറ്റിൽ തീപിടുത്തം ഉണ്ടാകുമ്പോഴും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് അല്ലെങ്കിൽ വെള്ളം കോരിയൊക്കെ ഒഴിച്ചിട്ടാണ് തീ അണച്ചത് എന്ന് പറഞ്ഞാൽ തീപിടുത്തം ഉണ്ടായ ശേഷമാണ് ബ്ലാസ്റ്റ് ഉണ്ടായതെന്ന് പറയുന്നു. പക്ഷെ ആ സമയത്തും അത് വലിയ തരത്തിലേക്ക് പടർന്ന് പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും സ്റ്റേഡിയം പോലെയുള്ള ഇടത്ത്, അതായത് നിരവധി ടൂർണമെന്റുകൾ നടക്കുന്ന സ്ഥലമാണ്, മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി വരാനുള്ള സാഹചര്യം എപ്പോഴുമുണ്ട്. നേരത്തെ തന്നെ മൃദംഗപുഷിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്രയും ആളുകളെ, അതായത് സ്റ്റേഡിയം മറ്റ് ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും GCDAക്കെതിരെ ഇത്തരം വലിയ പരാമർശങ്ങളും വലിയ വിമർശനങ്ങളും ഉയർന്നതാണ്. ഈ സ്റ്റേഡിയത്തിന് ചുറ്റും ഇത്തരം റെസ്റ്റോറൻറ്റുകൾ, പ്രത്യേകിച്ചും ഗ്യാസ് സിലിണ്ടറിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ വാടകയ്ക്ക് നൽകുന്നത് അനുവദനീയമല്ല. അത് ഒരു നിയമമാണ്, അനുവദനീയമല്ല എന്നുള്ള കാര്യം മറച്ചുവെച്ചിട്ടാണ് ഈ ആളുകൾക്കെല്ലാം ഈ റെസ്റ്റോറൻറ്റുകൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല ഈ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കരുത് എന്ന് കഴിഞ്ഞ മാസം, അതായത് 1/6/2025 എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും GCDA നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയത്. അതേസമയം ഈ ഫയർ ഡിറ്റക്ടർ ഫൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന എല്ലാ ഇതിലൂടെയും കടന്നു പോകുന്നത്, വെള്ളം തീപിടുത്തമുണ്ടായാൽ വെള്ളം ചീറ്റി അത് അണയ്ക്കാൻ വേണ്ടി മുകളിലൂടെ നൽകിയിരിക്കുന്ന ഒരു സംവിധാനമാണത്. അത് എല്ലാ കടകളിലും ഇത് സ്മോക്ക് വന്നാൽ അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുകയും അതിനുള്ള അത് ഓപ്പൺ ആവുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും റെസ്റ്റോറൻറ്റുകളെല്ലാം ആ സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയ്യുകയും അത് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ ഇടനാഴികളൊക്കെ, അകത്തേക്കുള്ള ഇടനാഴികളൊക്കെയാണ് ഇത് ലോക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ AC സ്പേസ് ആക്കി മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ മാത്രമല്ല ഈ ഐഡൽ കഫേ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് ഇന്നലെ അപകടമുണ്ടായ ആ റെസ്റ്റോറൻറ്റ് തന്നെ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് അവർ തന്നെ മറ്റൊരു സ്റ്റേഡിയത്തിൻ്റെ അല്ലാതൊരു ബിൽഡിംഗ് കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈസൻസ് വെച്ചിട്ടാണ് ഇപ്പുറത്ത് ഈ കട പ്രവർത്തിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ ആ ഒരു ഭാഗം നന്നായി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ശ്രീജ പറഞ്ഞ പോലെ വലിയ ഗ്യാതറിംഗ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ഈവനിങ് ആയാലും ഒരു ഉച്ച സമയമൊക്കെ ആയാലും എപ്പോഴും അവിടെ നല്ല തിരക്കുമാണ്. പക്ഷെ അതെന്തായാലും ഇന്നലെ ഒരു ഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. അത്രയും ആൾക്കൂട്ടം അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മളോട് സംസാരിച്ച ഈ പോളി വടക്കൻ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതി നൽകിയിട്ടുണ്ട്. കളക്ടർ NOC കൊടുത്തിട്ടും ആ കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കാണിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ഏറ്റവും ഒരു കെട്ടിടത്തെ ആയാലും
ഇത്തരം വലിയ സംവിധാനങ്ങളിലായാലും ആദ്യത്തെ സുരക്ഷാ സംവിധാനം എന്ന് പറയുന്നത് ഫയർ സേഫ്റ്റിയാണ്. അതിൽ പോലും ലംഘനമാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് GCDAയുടെ എന്തായാലും ചെറിയ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, മറ്റൊരാൾ ഗുരുതരാവസ്ഥയിലുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ആ ഭാഗത്തെ തിരക്ക് വെച്ച് അത് ഇത്ര ചെറിയൊരു അപകടമായിട്ടല്ല അവസാനിക്കുക. പക്ഷേ ഭാഗ്യവശാൽ ഇന്നലെ ആളുകൾ കുറവായിരുന്നത് കൊണ്ടാണ്. പക്ഷെ അപ്പോഴും അധികൃതർ ഉത്തരം പറയേണ്ടത് അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ അത്രയേറെ ആളുകൾ വരുന്ന ഒരു സ്ഥലം ആ ഭാഗത്ത് എങ്ങനെ പ്രവർത്തിച്ചു, അവിടെ എന്തുകൊണ്ട് പരിശോധന കൃത്യമായി നടന്നില്ല, സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തിയില്ല എന്നതിന്റെ ഉത്തരം ഈ സ്ഥാപന ഉടമകൾക്കൊപ്പം അധികൃതർ കൂടി പറയേണ്ടി വരും.